അടിപൊളി നല്ല ക്ലൈമറ്റ്. അത് കാരണം ഇന്ന് സൈക്ലിങ്ങിന് പോകുന്നേക്കാന്ന് ഓർത്ത്. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 30 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് പാറ്റർസൺ ലേക്ക്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ നമ്മൾ പാറ്റർസൺ ലേക്ക് വന്നു കേട്ടോ. ഇതാണ് പാറ്റർസൺ ലേക്ക് എന്ന് പറഞ്ഞ മെയിനായിട്ടുള്ള ജംഗ്ഷൻ. അവിടുത്തെ ഷോപ്പിംഗ് സെൻ്ററാണിത്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ആ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പുറകിലുള്ള ഒരു അടിപൊളി കാഴ്ചയാണ്. ഇത് വാട്ടർ ഫ്രണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സൈക്ലിസ്റ്റൊക്കെ വരുന്നൊരു സ്ഥലമാണിത്. ഇഷ്ടംപോലെ ബോട്ടുകളും ബോട്ട് റാമ്പുകളും ഒക്കെ ആയിട്ടുള്ള ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റർസൺ ലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് വില്ലേജാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ ഉള്ളതിലൊരു ഭൂരിഭാഗം പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ അപ്പാർട്ട്മെൻറ്റുകളോ കാര്യങ്ങൾ ഇങ്ങനത്തെ ബോട്ട് റാമ്പുകളൊക്കെ ആയിട്ടുള്ള ഇതുപോലെ വെള്ളം കയറി കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. എന്നിട്ട് അവിടെയെല്ലാം സൈഡിൽ അവർ ഇങ്ങനെ വീടിൻ്റെ പുറകിൽ ഇങ്ങനെ ബോട്ട് റാമ്പുകളായിട്ട് ഇതുണ്ട്. ആ വീടുകളുടെ എല്ലാം പുറകിൽ ബോട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത് പാറ്റർസൺ ലേക്ക്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കടലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു ഡബിൾ ഷോട്ട് ലാറ്റ്. ഇതാണ് ഇവിടുന്ന് നമ്മൾ പറയില്ല കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് ആരും തിരിച്ചു പോരാത്തതെന്ന്. ഇവിടുത്തെ ഈ നമ്മൾ ടാക്സ് കൊടുത്തുന്നാലും ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ഫെസിലിറ്റീസ്. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്കിൾ പാത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സാണ്. പണ്ട് മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്തുള്ള പോലെ വാഷിങ്ടൺ DC ടു മയാമി എനിക്ക് തോന്നുന്നു ഒരു 500-600 കിലോമീറ്ററിൽ കൂടുതൽ സൈക്കിൾ പാത്തുകൾ ഈ മെൽബണിന് ചുറ്റുമുണ്ട്. വളരെ നല്ല വെജിറ്റേഷനൊക്കെയുള്ള നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ സൈക്കിൾ പാത്തുകൾ പണിതിട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടംപോലെ എക്സസൈസ് ചെയ്യാനായിട്ട്, വാക്കിങ്ങിന്, അതുപോലെ തന്നെ സൈക്ലിസ്റ്റിന് ഒക്കെ പോകാനായിട്ടുള്ള ഇഷ്ടം പോലെ നിരവധി കിലോമീറ്ററുകൾ. അപ്പോൾ ഇതുപോലെയുള്ള ഫെസിലിറ്റികൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ളത് കൊണ്ട് അത് ഒരു അട്രാക്ഷനാണ്. ആൾക്കാർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരണ്ട എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തുന്നതിൻ്റെ ഒരു റീസൺ ഇതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഈ നമ്മളിപ്പോൾ ആ കാപ്പി കുടിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു കായൽ പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സൈക്കിളിൽ പോകാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. എല്ലാം വീടുകളിങ്ങനെ ആ വീടിൻ്റെ ഒക്കെ ബാക്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ഇത് പാറ്റർസൺ ലേക്ക്. ഇവിടെ വീടിനൊക്കെ മില്യൺസാണ് വില. ശരിക്കും എൻ്റെ സൈക്കിള് ഇതിലേ പോകാൻ പാടില്ലാത്തതാണ്. കാരണം എൻ്റെ സൈക്കിൾ റോഡ് സൈക്കിളാണ്. അതിൻ്റെ ടയറിൻ്റെ വീതിയൊക്കെ കണ്ടോ ചെറുതാണ്. പിന്നെ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഗൈസ്, ഇപ്പം നമ്മളിത് ഇതിലെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പാലമുണ്ട്. ഈ പാലം കടന്നു കഴിഞ്ഞെന്നാൽ ഇതേ കടലാണ്. കേട്ടോ, ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണിത് പാറ്റർസൺ ലേക്ക്. കേട്ടോ, അടിപൊളി സ്ഥലമല്ല നോക്കി. ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക്, പിന്നെ പാർക്കിംഗ് അല്ല ഇത്. നമ്മൾ കാപ്പ് പിടിച്ച സ്ഥലത്ത് നിന്ന് കുറേ ദൂരം ഇങ്ങോട്ട് പോരണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നല്ല നീല കടൽ കാണാം. അതാ അടിപൊളിയല്ലേ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു വീഡിയോകൾ കാണുവാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ. താങ്ക് യു.